അലിഫ് എന്ന അക്ഷരം ഇവിടെ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ച് നോക്ക്. സമസ്തയാണ് പഠിപ്പിച്ചത്. നമ്മൾ സമസ്തയുടെ മദ്രസയിൽ നിന്നാണ് പഠിച്ചത്. ഭംഗിയായി നിസ്കരിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? സമസ്തയാണ്. നോമ്പെടുക്കാൻ പഠിപ്പിച്ചത് ആരാണ്? സമസ്തയാണ്. ഹജ്ജ് ചെയ്യാൻ പഠിപ്പിച്ചത് ആരാണ്? സമസ്തയാണ്. കേരളത്തിൽ സമസ്ത ഉണ്ടായത് എന്തിനാ? നിസ്കരിക്കണം എന്ന് പറയാനല്ലോ, നോമ്പ് നോക്കണം എന്ന് പറയാനല്ലോ, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണമെന്ന് പറയാനല്ലോ. സമസ്ത ഉണ്ടായത് എന്തിനാ? ഒരാൾ സുന്നി സമസ്ത ആകലെ എപ്പോഴാ നമ്മളെ നാട്ടില്? ഒരാൾ സമസ്തയിൽ ഒരാൾ മുജാഹിദിക്ക് വന്നു, അല്ലെങ്കിൽ മുജാഹിദിന് ഒരാൾ സമസ്തയ്ക്ക് പോയി. എവിടെയാ വ്യത്യാസപ്പെടുക? സമസ്തയിൽ നിൽക്കുമ്പോൾ നിസ്കാരം 5 വക്ത്, മുജാഹിദ് ആയാലും നിസ്കാരം 5 വക്ത്. സമസ്തയിലായാലും റമദാൻ നോമ്പ്, മുജാഹിദും റമദാൻ നോമ്പ്. പിന്നെ വ്യത്യാസം എവിടെയാ? സമസ്തയിലാകുമ്പോ ഖുത്ബിയത്ത് ചൊല്ലും, ഇവിടെ ആകുമ്പോ അതില്ല. അവിടുന്ന് റാത്തീബ് ചൊല്ലും, ഇവിടെ അതില്ല. അവിടെ ഞാനിയാസ്ലാത്ത് ചൊല്ലും, ഇവിടെ അതില്ല. അവിടെ ജാറത്തങ്ങ പോയി കബറാളിയോട് തേടും, ഇവിടെ അതില്ല. അവിടെ തെറ്റായ തബറുക്കുണ്ട്, ഇവിടെ അതില്ല. അപ്പൊ ഈ സമസ്തയും അല്ലാത്തവരും തമ്മിൽ വേർതിരിയുന്ന ഈ വിഷയങ്ങൾ അതിൽ മഹാഭൂരിപക്ഷവും ഷിയാക്കളുടേതാണ്. ഖുത്ബിയത്തിൽ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി എന്ത് വിശ്വസിക്കുന്നുവോ സമാന വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. മരിച്ചുപോയ അമ്പിയാക്കന്മാർ കാണും, കേൾക്കും, അറിയും, സഹായിക്കുമെന്നത് ഇവിടെ മുസ്ലിമീങ്ങളിൽ ആദ്യമായി പ്രചരിപ്പിച്ചവർ ഷിയാക്കളാണ്. സഹാബികളോ താബിഈങ്ങളോ താബികളോ അല്ല. ഖബർ കെട്ടിപ്പൊക്കാൻ ലോകത്ത് ആദ്യമായി തെളിവുണ്ടാക്കി കൊണ്ടുവന്നവർ ഷിയാക്കളാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിൽ ഒന്നാമത്തെ ജാറം ഹിജ്റ 300-കൾക്ക് ശേഷം ഷിയാക്കൾ ഇറാഖിൽ ഉണ്ടാക്കിയ ജാറമാണ് ഹുസൈൻ ബിൻ അലിയുടെ ജാറം. അതിനുശേഷമാണ് പിന്നെ ജാറങ്ങൾ പ്രചരിച്ചത്. റാത്തീബുകൾ ലോകത്താദ്യമായി കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഖബറിങ്ങ പോയി തൊടലും മുത്തലും ഖബറിങ്ങൽ തെറ്റായ തബറുക്കുകളും ഷിയാക്കളാണ് കൊണ്ടുവന്നത്. അതേപോലെ പല വ്യക്തികൾക്കും അപ്രമാറ്റം കൽപ്പിച്ചുകൊണ്ട് അവരൊക്കെ വിളിച്ചു തേടുന്ന ശൈലി ഷിയാക്കളാണ് പരിചയപ്പെടുത്തിയത്.